ഈ ആരാധനയില് ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഇന്ന് ദൈവം ഒരു സ്പെഷ്യൽ മെസ്സേജ് എന്നോട് സംസാരിക്കുകയുണ്ടായി. പ്രഭാതത്തിൽ രാവിലെ പോയ ചർച്ചിലും അതിൻ്റെ ഒരു ഭാഗം ഷെയർ ചെയ്യുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. പ്രൈസ് ഹാർവസ്റ്റ് മിഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മാത്രമല്ല നമ്മളെല്ലാം ഇന്ത്യക്കാരാണല്ലോ, അപ്പൊ ഹിന്ദി ഭാഷ നമ്മൾ പഠിക്കണം, ഹിന്ദി സോങ് നിങ്ങൾ കേൾക്കണം, ഹിന്ദി ഏരിയയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യയുടെ ഉണർവ് ഇന്ത്യയുടെ ഉണർവാണ്. हालेलुया। यस, हिंदी हमारे बहन लोग इधर है, इसलिए मैं प्रभु को धन्यवाद देता हूँ। लगातार हिंदी में उपवास प्रार्थना में मैं बातचीत किए थे. So sorry for speaking in English. ഞാൻ ഈ മോശയെ കൊണ്ടുവന്ന് കാട്ടിലിട്ട മാതിരി കാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടെ ഹിന്ദിയും ഭോജ്പുരിയും മകയും മൈത്രിയും പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കും. ബാക്കി എല്ലാം 25 വർഷമായി ഭാഷ വിട്ടായി. ഹല്ലേലൂയ. അതുകൊണ്ട് സോ സോറി ഫോർ സിസ്റ്റേഴ്സ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ എൻ്റെ സാക്ഷിയുടെ അനേക ഭാഗങ്ങൾ ഞാനിവിടെ ഉപവാസ പ്രാർത്ഥനയിൽ പറയുകയുണ്ടായി. എന്നാൽ ഞാനും എൻ്റെ വൈഫും ജയിലിൽ അടയ്ക്കപ്പെട്ടതും ആ ഒരു സാക്ഷി മാത്രം ഇന്ന് മെസ്സേജിനോടുള്ള അനുബന്ധത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ജീസസ്, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ മേൽ ഇത്തരം സ്നേഹം കൊള്ളുവാൻ ഞങ്ങൾ എമ്മാത്രം ഇതിന് ഞങ്ങൾ അർഹരല്ലായിരുന്നു. നീ ഞങ്ങളെ അർഹരാക്കി തീർത്തതിനാണ് സ്തോത്രം. ഇന്ന കാലം ഞങ്ങളോട് സംസാരിച്ചു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഇന്ന് രാത്രികാലം നമുക്ക് ചേർന്ന് വായിക്കാം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 60-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ഐസയ്യ ചാപ്റ്റർ 60 verse 1 and 2. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു.
അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇന്ന് രാത്രികാലം എഴുന്നേറ്റ് പ്രകാശിക്കാം എന്ന ഒരു ഹെഡിങ്ങിലെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. സഭ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമാണ്. ഒരു അന്തിമ സമയത്തിലേക്ക് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുകയാണ്. സോ ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി നാം എഴുന്നേൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് നാം എഴുന്നേൽക്കുവാൻ സാധ്യമല്ലാതെ നാം ഏതോ ഒരു ക്രിസ്തീയ ലൈഫിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു? ദൈവമക്കളെ, അതിന്റെ യാഥാർത്ഥ്യത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മെ മനസ്സിലാക്കാൻ പോവുകയാണ്. എന്റെ സാക്ഷിയോടുകൂടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം നോക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ പഴയ നിയമത്തിലെ പ്രഭു എന്ന് വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയ. മാത്രമല്ല, യെശയ്യാ പ്രവാചകന് ഇനിയും ഒരു പേരുണ്ട്, പഴയ നിയമത്തിലെ സുവിശേഷകൻ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ മിഷനറി എന്ന പേരുണ്ട്. ഹല്ലേലൂയ. ഈ യെശയ്യാ പ്രവാചകന്റെ പ്രവചനം ഡയറക്റ്റ്ലി, ഹല്ലേലൂയ, യാതൊരു മടിയുമില്ലാതെ ഇസ്രായേൽ ജനങ്ങളെ കർത്താവിലേക്ക്, ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാൻ വളരെ തീവ്രമായ, വളരെ ഡയറക്റ്റായ മെസ്സേജ് കൊടുത്ത ഒരു യൗവന പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. അതുകൊണ്ട് തന്നെയാണ് യെശയ്യാ പ്രവാചകന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? മനശ്ശെ എന്ന് പറയുന്ന യുവരാജാവ് യെശയ്യാവിനെ 2 പലകകളിൽ തളച്ചതിന് ശേഷം ഈർച്ച വാളാൽ യെശയ്യാവിനെ 2 തുണ്ടമാക്കി. സോ കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി യെശയ്യാവ് രക്തസാക്ഷിയായി മരിച്ചു. ദൈവമക്കളെ, ഇതിന്റെ 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ നാം നോക്കുമ്പോൾ കർത്താവിലേക്കുള്ള ഡയറക്റ്റ് മെസ്സേജ് ഇവിടെ യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പ്രവചിക്കുകയാണ്. കാളത്തിന്റെ ഉടയവനെയും കഴുതന്റെ യജമാനെയും അറിയുന്നു, ഇസ്രായേലോ എന്നെ അറിയുന്നില്ല. നമുക്ക് വാദിക്കാം, എന്റെ അടുത്ത് ഓടി വരിക, ഇപ്രകാരമുള്ള ഡയറക്റ്റ്ലി ഉള്ള മെസ്സേജ് നാം ഇവിടെ കേൾക്കുവാൻ സാധിക്കും. എന്നാൽ താൻ പ്രവചിച്ച് 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉയർന്ന സിംഹാസനത്തിൽ വീற்றிരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തെ കണ്ട യെശയ്യാവ് പറയുകയാണ്, അയ്യോ, ഞാൻ അശുദ്ധ മനുഷ്യനായി തീർന്നു. ഞാൻ അശുദ്ധ മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നവരാണ്. ഞാൻ ഈ ദൈവത്തെ കാണുവാൻ യാതൊരു അർഹതയുമില്ല. അപ്പോൾ അവന്റെ നാവെ ദൂതൻ തൊട്ടു. അവനോട് പറയുന്ന ഒരു കാര്യം എന്താണ്? ആർ എന്റെ വേലയ്ക്കായി കടന്നു പോകും? ആർ എന്റെ വേലയ്ക്കായി കടന്നു പോകുന്നു? യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, എന്നെ അയക്കണമേ, ഞാൻ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു, എന്നെ അയക്കണമേ. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, ആർ എന്റെ വേലയ്ക്കായി കടന്നു പോകും? 25 വർഷം മുന്നേ ദൈവം എന്നോട് ചോദിച്ച ചോദ്യമാണ്, നീ എന്റെ വേലയ്ക്കായി പുറപ്പെട്ട് ചെല്ലുമോ? എന്റെ സാക്ഷി ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇവിടെ പറയുകയുണ്ടായി. ഒരു ക്രിസ്തീയ പെന്തിക്കോസ്റ്റൽ കുടുംബത്തിൽ ജനിച്ചു വളർന്നതായിരുന്നു ഞാൻ. ചെറിയ വയസ്സിലെ എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതായിരുന്നു. എന്നാൽ എന്റെ അന്ത്യശ്വാസം വരെ സുവിശേഷ വേല ചെയ്യരുതെന്ന് പരിശ്രമിച്ചാണ്. മാത്രമല്ല, ബൈബിൾ കോളേജിൽ പോയി 3 വർഷം പഠിച്ചതിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് എടുത്ത് പരീക്ഷ എഴുതിയതിനു ശേഷം ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഒരു ഷെറട്ടൺ ഗ്രൂപ്പിൽ ഒരു നല്ല ജോലി കരസ്ഥമാക്കിയ വ്യക്തിയാണ് ഞാൻ. എന്നാൽ അതൊന്നും എന്നെ രക്ഷിച്ചില്ല, അതൊന്നും എനിക്ക് സമാധാനം തന്നില്ല. എന്റെ വിവാഹം, ഞാൻ കേരളത്തിൽ ജനിച്ചെങ്കിലും ചെന്നൈയിൽ ഞാൻ പഠിച്ചു വളർന്നു. എന്റെ വിവാഹം ചെന്നൈയിൽ നടന്നു. എന്റെ വൈഫ് ഒരു സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. 2 പേർക്കും കൈ നിറയെ ശമ്പളം ഉണ്ടായിരുന്നു. ലോകം ഞങ്ങളാൽ നല്ല അനുഭവിക്കാമായിരുന്നു. എന്നാൽ മാരേജായി 6 മാസം കഴിഞ്ഞപ്പോൾ വലിയ ഒരു രോഗം എന്നെ തുടർന്ന് പിടിക്കുകയും ആ രോഗത്തിന്റെ സൗഖ്യം
ഡയറക്റ്റ്ലി യേശുവിനെ തേടി വന്നു, നീ എന്റെ വേലക്കായി പോകുന്നുവെങ്കിൽ ഞാൻ എന്നെ സുഖമാക്കും. ആ ശബ്ദത്തിന് ഞാൻ എന്നെ സമർപ്പിച്ചു. എന്റെ മാതാവിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഞാൻ സറണ്ടറായി തീർന്നു. ഒരു വലിയ എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ നടന്നു. യേശു എന്നെ സുഖമാക്കി. 25 വർഷം കർത്താവിന് വേണ്ടി ഓടുവാൻ വലിയവനായ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടി നാം എഴുന്നേൽക്കണമെങ്കിൽ എന്തുകൊണ്ട് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടി നാം ഉപയോഗപ്പെടുവാൻ സാധിക്കുന്നില്ല? അതാണ് ഇന്നത്തെ മെസ്സേജ്. അറൈസ് ആൻഡ് ഷൈൻ, യേശുവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ അന്ത്യകാലത്തിൽ യേശുവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ ആദ്യമേ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? വിഷൻ, ദർശനം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു പോകാം. നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. നെഹമ്യാ का पुस्तक उसका पहला अध्याय और उसका दूसरा, तीसरा, 14 वचन जल्दी पढ़ेंगे. एनी लैंग्वेज. നെഹമ്യാവിനെ കുറിച്ച് നാം നോക്കുമ്പോൾ ശൂഷൻ രാജധാനിയിൽ നെഹമ്യാവുക്ക് ഒരു നല്ല ജോലിയുണ്ട്. എന്താണ് ജോലി എന്നറിയാമോ? രാജാവിന് പാനപാത്രവാഹകൻ. ഹല്ലേലൂയ. രാജാവിന് വൈൻ ഒഴിച്ചു കൊടുക്കുന്ന ഒരു നല്ല ഡ്യൂട്ടി നെഹമ്യാവിനുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും രാജാവിന്റെ അടുത്ത് ചെല്ലുവാൻ തക്ക ഒരു നല്ല ഡ്യൂട്ടി. ആമേൻ. രാജാവിന്റെ ബംഗ്ലാവിൽ, രാജാവിന്റെ അരൺമനയിൽ, രാജാവിന്റെ കൊട്ടാരത്തിൽ, രാജാവിന്റെ അടുത്ത് ജോലി ചെയ്യത്തക്ക രീതിയിൽ ഒരു നല്ല ജോലി. ഹല്ലേലൂയ. എന്നാൽ രണ്ടാമത്തെ വാക്യം 2-3 വാക്യം വായിക്കാം പെട്ടെന്ന്. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം. എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹാനിയും യൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്. മതി 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 മതി. ഇവിടെ നെഹമ്യാവിനെ കുറിച്ച് നാം നോക്കുമ്പോൾ അവൻ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഒരു ദിവസം തന്റെ സഹോദരന്മാരിൽ ഒരുത്തൻ അവന്റെ അടുത്ത് വന്ന് ഒരു മെസ്സേജ് കൊടുക്കുന്നതായി കാണുവാൻ കഴിയും. എന്താണ് മെസ്സേജ്? യെരുശലേമിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ്. യെരുശലേമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനവൻ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്തിലെ മഹാകഷ്ടത്തിലും അതിന്റെ അപമാനത്തിലും ഇരിക്കുന്നു. അതിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ചും ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ ചില നാളുകൾ ദുഃഖിച്ച് കരഞ്ഞ് ഉപവാസിച്ച് അവൻ സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുകയാണ്. അവന്റെ പ്രാർത്ഥന നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. എന്താണ് അവൻ പ്രാർത്ഥിച്ചതെന്ന് അറിയാമോ? തന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള ഈ യെരുശലേമിന്റെ ഈ അലങ്കങ്ങളെ, ഈ മതിലുകളെ ഞാൻ പോയി പണിയണം. ഹല്ലേലൂയ. ഞാൻ പോയി പണിയണം. അതിനുവേണ്ടി അവൻ ചില ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും ദൈവസന്നിധാനത്തിൽ മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ എന്തിനാണ് ഉപവസിക്കുന്നത്? ഒരു പ്രൊമോഷന് വേണ്ടി അവൻ ഉപവസിക്കില്ല. എന്തിനാണ് അവനൊരു ജോലിക്ക് വേണ്ടി അവൻ ഉപവസിക്കില്ല. അവൻ അവിടെ അവന്റെ കുടുംബത്തിന് വേണ്ടി അവൻ ഉപവാസം എടുത്തില്ല. അവൻ എന്തിനാണ് ഉപവസിച്ചത്? എന്തിനാണ് കരഞ്ഞത്? എന്തിനാണ് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്? ഞാൻ പോയി യെരുശലേമിന്റെ ആ മതിലുകളെ പണിയണം. അവൻ അത് കേട്ടപ്പോൾ അവനൊരു വലിയ ദർശനം ഉണ്ടായി. എന്താണ് ആ ദർശനം എന്നറിയാവോ? എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് ഞാൻ പോയി ആ പട്ടണം പണിയണം. ഹല്ലേലൂയ. രാജാവിന്റെ അടുത്ത്
പെർമിഷന് വേണ്ടിയാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥന എപ്രകാരമാണ്? കഴിഞ്ഞ ദിവസം നടന്ന ഉപവാസ പ്രാർത്ഥനയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി, പുതിയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി, നാം കടന്നു വന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ഇതാണ് ഉപവാസ പ്രാർത്ഥന. ഹല്ലേലൂയ. നാം എപ്പോഴും നമുക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം മതിയാക്കുക. എന്തെന്നാൽ യേശു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണെന്ന് അറിയാവോ? നിന്റെ രാജ്യം വരയണമേ. യേശുവിന്റെ രാജ്യം ഈ യുകെയിൽ വരുന്നെങ്കിൽ, ഈ ഭൂമിയിൽ വരുന്നെങ്കിൽ, ഒരു സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും. ഇവിടെ നെഹെമ്യ ചില ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ച് അവൻ ഒരു ദിവസം രാജാവിന്റെ അടുത്ത് കടന്നു ചെന്നു. ഹല്ലേലൂയ. അപ്പോൾ രാജാവ് അവനോട് ചോദിക്കുകയാണ്, നെഹെമ്യാവേ, ഞാൻ ഒരിക്കലും നിന്റെ മുഖം ഇങ്ങനെ വാടി കണ്ടിട്ടില്ലല്ലോ. നിനക്ക് എന്തു പറ്റി? നിനക്ക് രോഗമൊന്നുമില്ലല്ലോ. നിനക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ അവൻ പറയുകയാണ്, രാജാവേ, ഞാൻ എന്തിനായിരുന്നു എന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നെന്ന് അറിയാവോ? എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള ആ പട്ടണം ഞാൻ പോയി പണിയണം. അതിനൊരു പെർമിഷൻ എനിക്ക് ആവശ്യമുണ്ട്. അതിന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ആയിരുന്നു. അതുകൊണ്ടാണ് എന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്. രാജാവ് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എത്ര ദിവസം വേണം? നിനക്ക് ആ പട്ടണം പണിയാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം? എല്ലാം അവന് അവിടെ ഓക്കെ ആയി. All the permissions, hallelujah. എല്ലാ പെർമിഷനും വാങ്ങി ഇപ്പോൾ നെഹെമ്യാവ് ആ യെരൂശലേമിന്റെ മതിലുകളെ പണിയുവാൻ, ചുറ്റി സഞ്ചരിച്ച് കാണുവാൻ പുറപ്പെട്ടു പോകാൻ തുടങ്ങി. അപ്പോഴാണ് നെഹെമ്യാവിന് അവിടെ വിരോധങ്ങൾ എഴുന്നേറ്റത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനും നിങ്ങളും ഒരു നോർമൽ ക്രിസ്ത്യൻ ലൈഫ് അങ്ങനെ പോയി കഴിഞ്ഞാൽ സാത്താനും വേണ്ട, മനുഷ്യനും വേണ്ട, ലോകത്തിനും വേണ്ട, വീട്ടുകാർക്കും വേണ്ട. എന്നാൽ ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി അന്ത്യകാലത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നാം എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു ഭാഗത്ത് ശത്രു, ഒരു ഭാഗത്ത് സഹോദരന്മാർ, മറുഭാഗത്ത് നമ്മുടെ കൂട്ടുമിത്രങ്ങൾ, മറുഭാഗത്ത് അനേകർ നമുക്ക് വിരോധമായി എഴുന്നേൽക്കും. അതാണ് ഇവിടെ നെഹെമ്യാവ് എഴുന്നേറ്റത്. ആരാണ് അവന് വിരോധമായി എഴുന്നേറ്റത്? അതിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ ഹരോദിനായ സമ്പന്നത്തും അമോനിയദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നിരിക്കുന്നത് അവർക്ക് അനിഷ്ടമായി. ഇസ്രായേൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യാൻ ഒരുത്തൻ വന്നേക്കുക. നിനക്ക് വേറെ ജോലിയൊന്നുമില്ല, നിന്റെ വേല വല്ലതും നോക്കടാ. നിന്നെ കൊണ്ട് ഈ പട്ടണമൊന്നും കെട്ടാൻ പറ്റത്തില്ല, നിന്നെ കൊണ്ട് യാതൊരു പരിപാടിയും നടക്കത്തില്ല, നീ രാജാവിന് വിരോധമായിട്ട് എഴുന്നേറ്റിരിക്കുക. ഇവൻ അറിയത്തില്ല ഉപവാസത്തോടും പ്രാർത്ഥനയോടും മുഴങ്കാലിലെ പാടുണ്ട് അവന്റെ. ഹല്ലേലൂയ. ഇവൻ അറിയത്തില്ല, ശത്രുവിന് അറിയത്തില്ല, നീ മുഴങ്കാലിൽ നിന്ന് കരുതലിൽ നിലവിളിച്ചത്, നിനക്ക് മുഴങ്കാലിൽ നിന്ന് കണ്ണീര് വിട്ടത് ശത്രുവിന് അറിയത്തില്ലെങ്കിൽ അറിഞ്ഞോ, ശത്രുവേ, നീ ഞങ്ങളെ ഒന്നും ചെയ്യുവാൻ സത്യമല്ല. പറയുക, ഗുണം ചെയ്യാൻ വന്നേക്കുക ഒരുത്തൻ. അങ്ങ് ജർമ്മനിലാണ് കിടന്നാ പോരായിരുന്നു, വന്നേക്കുക യുകെയില്. അങ്ങ് ബീഹാറിലെങ്ങാണ് കിടന്നാ വന്നേ പോരാന്നോ? വന്നേക്കുക, ഞങ്ങളെ എഴുന്നേൽപ്പിക്കുക. നിന്നെ എഴുന്നേൽപ്പിച്ചേ പോകും. യെസ്, ഹല്ലേലൂയ. ഗുണം ചെയ്യുവാൻ വന്നേക്കുക. ഇവർ 3 പേരും ആരാന്നറിയാവോ? ഈ സൽബല്ലോത്ത്, ഈ തോബിയാവ്, ഈ ഗേസേം. ആരാണെന്നറിയാവോ? ഈ സൽബല്ലോത്തും തോബിയാവും അതേ സംസ്ഥാനത്തിലെ ഗവർണറുകളാണ്. ഹല്ലേലൂയ. ഈ ഗേസേം ആരാണെന്നറിയാവോ? ഇവൻ ഒരു ഷേഖ്. എന്ന് പറഞ്ഞാൽ അറിയാവോ? അറബി. ഇവന്റെ അടുത്ത് എന്തുകൊണ്ട്? പണമുണ്ട്. ഈ അറബിയുടെ അടുത്ത് നിറയെ പണമുണ്ട്, ഈ ഷേഖിന്റെ അടുത്ത് നിറയെ പണമുണ്ട്. ഇവൻ നിറയെ പണങ്ങൾ കൊടുത്ത് സൽബല്ലോത്തിന് തോബിയാവിന്റെ അടുത്ത് പറഞ്ഞു, ഇവനെ ആ മതിൽ കെട്ടാൻ വിടല്, ഇവനെ എങ്ങനെങ്കിലും പച്ച മലയാളത്തിൽ പറഞ്ഞ പാര വെക്കാൻ ഒക്കുവന്ന പാര എല്ലാം വെച്ചു, ഇവനെ ആ മതിൽ കെട്ടാൻ വിടരുത്. അതുകൊണ്ട് സ്പെഷ്യൽ പാറ, UK പാറ വെച്ചോ, ഇവനെ വിടരുത്. എന്നാൽ
ഇവന്മാർക്ക് 3 പേർക്കും അറിയത്തില്ല. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കരഞ്ഞ് നിലവിളിച്ച് രാജാവിന്റെ സന്നിധാനത്തിൽ നിന്ന് പെർമിഷനും വാങ്ങിച്ച് സാധനങ്ങളും വാങ്ങിച്ച് മൃഗങ്ങളെയും വാങ്ങിച്ച് അവന് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം വാങ്ങിച്ചാണ് അവൻ മുന്നോട്ട് പോയിരിക്കുന്നത് ഇവന്മാർക്ക് അറിയത്തില്ല. എന്നാൽ നെഹമ്യാവ് ഈ മതിലുകളെ എങ്ങനെയാ പണിഞ്ഞെന്നറിയാമോ? ഇത്രയും വലിയ ഓപ്പോസിറ്റ്, ഇത്രയും വലിയ വിരോധങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവൻ ഒരൊറ്റ സ്ട്രാറ്റജി. എന്താണത്? അതിന്റെ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലെ ദൈവം നമുക്കൊന്ന് പറയാം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരും. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഭൂമിയിലുള്ള രാജാക്കന്മാരും മനുഷ്യൻ നമുക്കൊന്ന് ചെയ്യുവാൻ സാധിക്കും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. स्वर्ग का परमेश्वर मेरा कार्य को सफल बनाएगा. സ്വർഗത്തിലെ ദൈവം, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്നറിയാമോ? ഇസ്രായേലിൻ, തമിഴിൽ പറഞ്ഞ ഇസ്രായേലിൻ ജയബലനാകിയ കർത്തൻ. ഇസ്രായേലിൻ ദൈവമാ. ഇസ്രായേലിൻ ദൈവം എന്തുകൊണ്ടെന്ന് പറയുന്നത്? അവൻ ഇസ്രായേൽ ജനങ്ങളെ എങ്ങനെ നടത്തിയത്? 40 വർഷം വാഷിംഗ് മെഷീൻ. 40 വർഷം ആഹാരം ഉണ്ടാക്കണ്ടായിരുന്നു. സഹോദരിമാർക്കെല്ലാം റെസ്റ്റ് ആയിരുന്നു. ഇനി ഇവർക്ക് റെസ്റ്റ് മേളിൽ പോയാൽ മാത്രമേ ഉള്ളൂ. അതുവരെ 40 വർഷം അവർക്ക് റെസ്റ്റ് ആയിരുന്നു. ഈ 40 വർഷം എന്തൊരു ഷൂ ആയിട്ടത് നമുക്കറിയത്തില്ല. അമേരിക്കൻ ഷൂ പോലെ തേഞ്ഞു പോവാ. എന്നാൽ ഈ 40 വർഷം അവർക്കൊരു ചെരുപ്പ് വാങ്ങിക്കേണ്ടിയ വെടിയൊന്നില്ല. കൈമിടുക്കോടുകൂടെ നടത്തി പാറയിൽ നിന്നുള്ള വെള്ളം മന്നാസ് കഴിച്ച് 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 കൊഴുപ്പ് കയറി. മന്ന കൂടുതൽ കഴിച്ചാലും കൊഴുപ്പ് കയറി. തമിഴിൽ പറയും കൊഴുപ്പ് ജാസ്തി അയച്ചു നിனைக்கிறேன். പാവം മോശെ മുറുമുറുത്ത് 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 മോശയെ കൊണ്ടുവന്ന് എത്തിക്കാൻ ഒത്തില്ല. നല്ല മനുഷ്യൻ. അതുകൊണ്ടാണ് മോശ ഒരു റോയൽ ഫാമിലിയിലെ ജനിച്ചു വളർന്നവൻ. അവൻ ക്രിസ്തുവിന്റെ നിന്ന മതിയെന്ന് പറഞ്ഞ് അവനത് തെരഞ്ഞെടുത്തത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? അവന്റെ ജീവിതത്തിൽ അനേക ടെൻഷനുകൾ സഹിക്കേണ്ടി വന്നു. ആ കനാൻ ദേശത്തിൽ പ്രവേശിക്കുവാൻ അവനാല് സാധിച്ചില്ല. അതുകൊണ്ടാണ് നോഹയുടെ ഫിനറൽ സർവീസ് ആരാ നടത്തിയെന്നറിയാമോ? ദൈവം. ദൈവം മോശയുടെ ഫിനറൽ സർവീസ് ദൈവം നടത്താനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഇവൻ രാജാവിന്റെ അരണ്മനയിലായിരുന്നെങ്കിൽ ഇവന് റോയൽ ഫിനറൽ സർവീസ്. സോ അതുകൊണ്ടാണ് നമ്മുടെ ദൈവം ഇറങ്ങി വന്ന് മോശയുടെ അടക്ക ആരാധന, ശവസംസ്കാര ചടങ്ങ് നടത്തിയത്. ഹല്ലേലൂയ. ദൈവമക്കളെ, സൽബോലോത്തും തോബിയാവും ഗേസേമും ആവുന്ന പണി 56 നോക്കി. നടന്നോ? നടന്നില്ല. ഇവിടെ ചെയ്തത് അതിന്റെ എത്ര ദിവസം കൊണ്ട് ഈ പട്ടണം പണിഞ്ഞു, ഈ മതിലുകൾ പണിഞ്ഞു. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 15ഉം 16ഉം വാക്യങ്ങൾ മാത്രം വായിക്കാം. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് 52 ദിവസം കൊണ്ട് പണിതു. ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികളാകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. എന്തുവാ? അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. മതില് പണിഞ്ഞതിന് വെച്ച പാറയെല്ലാം ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. നമുക്ക് ആരെങ്കിലും വിരോധമായി പാറ വെച്ചാൽ ദൈവമക്കളെ തിരിഞ്ഞു വരും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇവിടെ നെഹമ്യാവിനോട് ചേർന്ന് നെഹമ്യാവിന്റെ ദർശനം അവന് ലഭിച്ചപ്പോൾ അവന് വന്ന ഓപ്പോസിറ്റ് മാറി ലോകത്തിൽ ആർക്കും ഓപ്പോസിറ്റ് വന്ന് കാണത്തില്ല. എന്നാൽ നെഹമ്യാവ് പറയുന്നത് എന്താണെന്ന് അറിയാവോ? സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കും. നിനക്ക് വിരോധമായി വരുന്ന ഒരു ആയുധവും സഫലമാകുകയും. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ? കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ നമുക്ക് ആദ്യമേ ഒരു ദർശനം ആവശ്യമാണ്. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു.
നമ്മുടെ ദർശനം എന്തുവാ? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന എന്തുവിനാ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഭാര്യയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. നേരം വെളുത്താ ഇതേ പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ ദർശനം, യേശു എന്താണ് നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നത്? എന്തിനാണ് എന്നെയും നിങ്ങളെയും രക്ഷിച്ച് ഈ സഭയിൽ വെച്ചേക്കുന്നതെന്ന് അറിയാവോ? സഭ, ഇവിടെ നടന്ന ഉപവാസ പ്രാർത്ഥന ആദ്യത്തെ ദിവസം തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. ഈ സഭയുടെ നേവ്, ബേസ് എന്തുവാന്നറിയാവോ? സിമന്റോ കളിമണ്ണോ ഒന്നും അല്ല. എന്തുവാന്നറിയാവോ? യേശു ക്രിസ്തുവിന്റെ രക്തം. യേശു ക്രിസ്തുവിന്റെ രക്തം മാത്രമല്ല, ശിഷ്യന്മാരുടെ രക്തം. അനേക മിഷനറികൾ രക്തം ചിന്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സഭ ദൈവത്തിന്റെ സഭയാണ്. നമുക്കെല്ലാം ഈ സഭയിൽ വരുവാൻ ദൈവഭാഗ്യതനായ. എനിക്കറിയാം, ചെന്നൈയിലുള്ള അണ്ണാനഗറിൽ ഉള്ള ചെന്നൈ അണ്ണാനഗറിലാണ് ഏറ്റവും റിച്ച് ചർച്ച് എന്നറിയപ്പെടുന്ന അണ്ണാനഗർ IPC ചർച്ചില് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആ സഭയിലെ കൊയർ ലീഡറായിരുന്നു ഞാൻ. മാത്രമല്ല, എല്ലാ വിശ്വാസികളും വരുന്നതിന് മുമ്പ് ആ മുഴുവൻ ചർച്ചും ക്ലീൻ ചെയ്തതിന് ശേഷം, ലെറ്റിൻ ബാത്റൂമും ക്ലീൻ ചെയ്തതിന് ശേഷം ആ വിശ്വാസികൾ വരുമ്പോൾ ഞങ്ങൾ ഒരു ടീം മ്യൂസിക് വായിച്ച് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. പെട്ടെന്ന് ബൈബിൾ എടുത്ത് പാസ്സായതല്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനും നിങ്ങളും സഭയ്ക്ക് വേണ്ടി മുതൽ കൊടുക്കുമ്പോൾ, സഭയ്ക്ക് തൂണായി നിൽക്കുമ്പോൾ, സഭയുടെ ദർശനത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ദൈവദാസന് കൈയോട് കൈകോർത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളെ ക്രമീകരിക്കും. ഞാൻ എന്റെ സഭയിലെ വിശ്വാസികൾ ആരൊക്കെയാണെന്നറിയാവോ? ഹനുമാൻ ടെമ്പിളിലെ പൂജാരികൾ, ഹല്ലേലൂയ, നക്സലേറ്റുകൾ, ഡക്കാഴ്സുകൾ, 10 കൊല ചെയ്ത കൊലയാളികൾ, ഇവരെ എല്ലാം ദൈവം എനിക്ക് ശിഷ്യന്മാരായി തന്നു. ഹല്ലേലൂയ. എന്തോ ഒരു സന്തോഷമാണ്. ഒരു അല്ലേലിയ പറയാൻ പറഞ്ഞ 3 അല്ലേലിയ പറയും. ഒരു അല്ലേലിയ പറയാനെന്നോടാ പറഞ്ഞത്. അത് വരുന്ന പാസ്റ്റർ ആരാ ഹേ? ഉറുക്ക് नहीं पा रहा है. जय यीशु मसीह की. അത് നിർത്തുവാനൊക്കത്തില്ല. ഹല്ലേലൂയ. തുള്ളുകയാണ്, ചാടുകയാണ്. കാരണം അന്ധകാരത്തിന്റെ അടിത്തട്ടിൽ കിടന്ന അവൻ സത്യ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിന് വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്റെ അനുഭവ സാക്ഷിയെ കൂടെ പറഞ്ഞല്ലോ. ഹനുമാൻ ടെമ്പിളിലെ പൂജാരിയായിരുന്ന സോത്തി റാം, അവന്റെ മാനസാന്തരം, എന്നെ കൊല്ലുവാനായിട്ട് തോക്കുമായി എന്റെ പുറകെ നടന്നവൻ. എന്നാൽ ഇന്ന് എന്റെ ചർച്ചിലെ വണ്ടർഫുൾ ഡീകൻ. ഞാൻ എപ്പോഴെല്ലാം എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ എന്റെ കുടുംബത്തോടെ റിസീവ് ചെയ്യുവാൻ വരുന്നത് ആദ്യം അവനാണ്. रिसीव ചെയ്തിട്ട് കുറച്ചു നേരം അടുത്ത് നിൽക്കും. मैं पूछे अगर कुछ बोलो ना, नहीं आप आ गया तो बड़ी खुशी है, अभी जल्दी मत जाइएगा, कुछ दिन इधर ही रहिएगा. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, സഭയെക്കുറിച്ച് നിങ്ങളുടെ ദർശനം എന്താണ്? ദൈവം സഭയിൽ വസിക്കുന്നു, ദൈവം സഭയിൽ എഴുന്നരുളുന്നു. സഭയെക്കുറിച്ച് ദൈവം, നീയും ഞാനും സഭയിലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി. സോ നെഹമ്യാവ് ഈ യെരൂശലേമിന്റെ മതിലുകളെ പണിയുവാൻ അവനൊരു ദർശനം ഉണ്ടായി. ഇന്ന് രാത്രികാലം നമുക്ക് ഈ ദർശനം പ്രാപിക്കാൻ ഒക്കുമോ? ഇത്രയും നാളില്ലാതിരുന്ന ഒരു ദർശനം, ദേശത്തെ കുറിച്ച് ദർശനം, ഈ UK കുറിച്ചുള്ള ദർശനം, നമ്മൾ വന്ന ഇന്ത്യയെ കുറിച്ചുള്ള ദർശനം, ഏഷ്യാവെ കുറിച്ചുള്ള ദർശനം, അയൽ രാജ്യങ്ങളെ കുറിച്ചുള്ള ദർശനം, രക്ഷിക്കപ്പെടാതെ നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള ദർശനം. ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തിൽ കണ്ണുനീരോട് ദർശനമേളമെനിക്ക് എന്ന് പറയുന്നുവെങ്കിൽ ദൈവം ഒരു ദർശനമുള്ളവരായി ഇന്ന് പകൽക്കാലം പോകും. പെട്ടെന്ന് നമുക്ക് ഓടിപ്പോകാം. രണ്ടാമത്, നമുക്കൊരു ഐക്യം ആവശ്യമാണ്. ഹല്ലേലൂയ. എന്താണ്? യേശുവിന് വേണ്ടി എഴുന്നേൽക്കണമെങ്കിൽ, കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണമെങ്കിൽ ഐക്യം, ഫെലോഷിപ്പ്. അപ്പോസ്തല പ്രവർത്തികൾ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 32-33 വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം.
വിശ്വാസികളുടെ കൂട്ടം ഏകഹൃദയവും വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏകമനസ്സുമുള്ളവരായിരുന്നു. എന്തുവായിരുന്നു? ഏകമനസ്സും ഏകഹൃദയവും ഏകമനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. ഞാനും വിശ്വസിക്കുന്നു, ഇവിടെ ആരും പറയത്തില്ല. ആരും കല്ലെറിയില്ലേ? വായിക്കാം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്. അതുകൊണ്ട് അപ്പോസ്തല നാളുകളിൽ നടന്ന സംഭവം എന്താണെന്നറിയാമോ? വിശ്വാസികൾ, അപ്പോസ്തലന്മാരുടെ കാലത്തുള്ള വിശ്വാസികൾ, അവർ ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. അവർക്കുള്ളതൊന്നും അവരുടേതല്ലായിരുന്നു. ഇതുകൊണ്ട് നടന്നത് എന്താണെന്നറിയാമോ? അപ്പോസ്തലന്മാർ മഹാശക്തിയോട് കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു. ഇവിടെ സഭയെക്കുറിച്ചുള്ള ദർശനം ഒരു ഭിക്ഷക്കാരന് വരെയുണ്ട്. നമുക്ക് വായിക്കാം. രണ്ടാം അധ്യായത്തിന്റെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 44-45 വായിക്കാം. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. അതേ വചനം തന്നെയാണ്. ഒന്നിച്ചിരുന്നു. സകലവും പൊതുവക എന്നെണ്ണുകയും സകലവും പൊതുവക അവരെണ്ണി ജന്മഭൂമികളും വസ്തുവകകളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ. ഇവിടെ പിന്നെ നമുക്ക് ജന്മഭൂമികളില്ലല്ലോ, അതുകൊണ്ട് സന്തോഷിക്കാം. ജന്മഭൂമികളും വസ്തുവകകളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിട്ട് കഴിഞ്ഞു. ഈ ഒരു ആർക്കറിയും വിട്ടെന്നറിയാവോ? ഒരു ഭിക്ഷക്കാരന്. 3-ാം അധ്യായത്തിലോട്ട് പോയിക്കേ. പത്രോസ് യോഹന്നാനും ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് പ്രാർത്ഥിച്ച് വെളിയിലോട്ട് വന്നപ്പോ ഭിക്ഷക്കാരൻ വന്ന് സലാം ചെയ്തു. ഹല്ലേലൂയ. എന്തോ പറയുന്നത്? അവനും എല്ലാം കിട്ടുമെന്ന് വിചാരിച്ച്. ആമേൻ. ഹല്ലേലൂയ. ഇതുവരെ അവൻ ഇവരുടെ അടുത്ത് ഭിക്ഷ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും അവന് മനസ്സിലായി, ഇവരുടെ സഭയിലെ വിശ്വാസികളുടെ എല്ലാ ആസ്തി പാസ്റ്ററുടെ കൈ കൊണ്ടത് കൊടുത്തേക്കുക, അപ്പോസ്തലന്മാരുടെ കൈ കൊണ്ടത് കൊടുത്തേക്കുക. അതുകൊണ്ട് എല്ലാം കിട്ടുമെന്ന് അറിഞ്ഞു. ആമേൻ പറയുന്നില്ലല്ലോ. അറിയാം നിങ്ങൾ. ആമേൻ ഞാൻ പറയുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. വെല്ലോം കിട്ടുമെന്ന് വിചാരിച്ച് പത്രോസ് യോഹന്നാൻ പറഞ്ഞു, സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. പിന്നെ അവനോ ഒത്തിരികൂടെ ആദ്യ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാ സൂക്ഷിച്ചു നോക്ക് എന്ന് പറഞ്ഞാ രൊക്കം പൈസ തരുവാനാണ്. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ പത്രോസ് യോഹന്നാൻ എന്താ പറഞ്ഞെന്നറിയോ? വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എന്താണത്? യേശുവിൻ നാമം. ഹല്ലേലൂയ. യേശുവിൻ നാമം ഞാൻ നിനക്ക് തരുന്നു. അതാണ് അന്ന് അപ്പോസ്തലന്മാർക്കുള്ള വ്യത്യാസം, ഇന്നത്തെ അപ്പോസ്തലന്മാർക്കുള്ള വ്യത്യാസം. ഞാൻ ബീഹാറിന്റെ കടന്നു വരുമ്പോ കേരളത്തിൽ നിന്ന് എന്നെ പഴയ ഒരു ദേവദാസൻ എന്നെ വിളിച്ചു. എങ്ങനെ നമ്പർ കിട്ടിയെന്ന് അറിയത്തില്ല. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ UK പോകുന്ന കേട്ടു. ഞാൻ പോയൊരു കറക്കം കഴിഞ്ഞ് വന്നപ്പോ 5 ഏക്കർ വാങ്ങിച്ചു. ഇനി നിങ്ങളെ പോയി കഴിഞ്ഞ് എന്താ വാങ്ങിക്കുന്ന അറിയത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ ഇടപാട് തീരും. ദൈവത്തിന്റെ മക്കൾ കൊടുക്കുന്ന പൈസ കൊണ്ട് നിന്റെ ഇഷ്ടത്തിന് ചെലവഴിച്ചാ നിന്റെ ഇടപാട് തീരും പറഞ്ഞു. എന്താ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളൊരു മിഷനറി അല്ലയോ? മര്യാദയ്ക്ക് സംസാരിച്ചാ പോരെയോ? ബാക്കി നിങ്ങൾക്ക് അറിയാം. ദൈവമക്കളെ, അന്നുള്ള വിശ്വാസികൾക്കും ഇന്നുള്ള വിശ്വാസികൾക്കുമുള്ള വ്യത്യാസം. അപ്പോസ്തലന്മാരുടെ കാലത്ത് അതുകൊണ്ടാണ് വലിയ അത്ഭുതങ്ങൾ നടന്നത്, വലിയ അതിശയങ്ങൾ നടന്നു. പത്രോസ് നടന്നു പോയപ്പോൾ അവന്റെ നിഴൽ മാത്രം പെട്ടാ മതിയായിരുന്നു. മിറാക്കിൾ. ഹല്ലേലൂയ. അത്ഭുതം, അത്ഭുതം, അത്ഭുതം. ഇന്ന് വലിയ വലിയ മെഗാ ക്രൂസൈഡ് നടത്തുക. ടെസ്റ്റ് മണിയുടെ സമയം ഇപ്പോൾ വരും. എന്താണ് അവിടെ ടെസ്റ്റ് മണി? തലവലി സുഖമായി, തലവേദന സുഖമായി, കാലിന്റെ മുട്ട് ശരിയായി. 45 വയസ്സുള്ള ഒരു അമ്മച്ചി 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം രോഗങ്ങളാ ശരീരത്തിൽ വരാൻ പോകുന്നത് നിനക്കെല്ലാം അറിയാം. ഈ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ടെന്ന് എന്റെ വിശ്വാസം. ആമേൻ. ഹല്ലേലൂയ. യേശു നമ്മോട് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ, അത് നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ച ദൈവമാണ്. സോ ഇന്ന് രാത്രികാലം ദൈവസഭയെ നമുക്കൊരു ഫെലോഷിപ്പ് ആവശ്യം, ഐക്യം. ഈ സഭയെ കുറിച്ച് ദൈവത്തിനൊരു ദർശനമുണ്ട്. ഈ സഭയ്ക്ക് ദൈവം ഒരു ദർശനം കൊടുത്തിട്ടുണ്ട്. ആ ദർശനത്തോട് നിങ്ങൾ ഇണഞ്ഞു കഴിയുമ്പോൾ, ആ ദർശനത്തോട് നിങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ, ആ ദർശനത്തോട് നിങ്ങളുടെ ലൈഫ് ചേർത്ത് കഴിയുമ്പോൾ ദൈവം അപ്പോസ്തലനെയും എടുത്ത് ഉപയോഗിക്കും.
ദൈവം തന്റെ ഈ പട്ടണത്തെയും തലകീഴായി മാറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്റെ അത്ഭുത പ്രവർത്തികൾ വെളിപ്പെടുത്തും. എത്ര പേര് ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. മാത്രമല്ല, ഐക്യം, കുടുംബത്തിൽ നമുക്കൊരു ഐക്യം ആവശ്യമാണ്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ നമുക്കൊരു ഐക്യം ആവശ്യമാണ്. കുഞ്ഞുങ്ങളോടുള്ള ജീവിതത്തിൽ നമുക്കൊരു ഐക്യം ആവശ്യമാണ്. സാത്താന്റെ മെയിൻ അറ്റാക്കിന്റെ എവിടാന്നറിയാമോ? കുടുംബ ജീവിതത്തിൽ. സാത്താന്റെ മെയിൻ അറ്റാക്ക് എവിടാന്നറിയാമോ? ഏതൻ തോട്ടത്തിൽ മുതൽ തുടങ്ങിയ പരിപാടിയാ. ഇവന്റെ പരിപാടി തീരാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മുടെ കർത്താവാണ് പെട്ടെന്ന് വരാൻ പോകുന്നു. അവനെ 1000 വർഷത്തെ ചങ്ങലയിലിട്ട് പൂട്ടുവാൻ യേശു പെട്ടെന്ന് വരുവാൻ പോകുകയാണ്. ദൈവമക്കളെ, എത്ര പേര് കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിലുണ്ട്? എന്നാ നിങ്ങൾ പറയും, അച്ഛൻ വരുമ്പോഴത്തേന് ഞാൻ ഡ്യൂട്ടിക്ക് പോകും, ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഭാര്യ ഡ്യൂട്ടിക്ക് പോകും. സാരമില്ല. എത്ര പേരുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്? എത്ര പേര് കുഞ്ഞുങ്ങളോട് ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് കുഞ്ഞുങ്ങളോട് വേദപുസ്തകം വായിക്കുന്നുണ്ട്? യെസ്, അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ ശത്രു നമ്മുടെ ഭവനത്തിൽ എത്തി നോക്കുകയില്ല. രണ്ടുപേർ ഐക്യമെത്തപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അവൻ നമുക്ക് തരും. സോ രണ്ടാമത്, കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ നമുക്ക് എന്തോ ആവശ്യമാണ്? ഐക്യം ആവശ്യമാണ്. ഫെലോഷിപ്പ് ആവശ്യമാണ്. ഈ ഫെലോഷിപ്പ് നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഓട്ടോമാറ്റിക്കലി മാറും. നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ വ്യത്യാസം വരും. നമ്മുടെ ജോലി കാര്യങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രികാലം സഭയോടുള്ള ജീവിതത്തിൽ നമുക്കൊരു ഐക്യം, കർത്താവിന്റെ വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി അന്ത്യനാളുകളിൽ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ നമുക്ക് ആവശ്യം എന്തുവെന്നറിയാവോ? സഭയിൽ നമുക്കൊരു ഐക്യം. മൂന്നാമത് നമുക്ക് എന്താണ് ആവശ്യമെന്നറിയാവോ? അതാണ് ഒരു അത്യാവശ്യമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. യേശുവിനെ നാം അറിയേണ്ട വിധത്തിൽ അറിയണം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ചോദിക്കും, യേശുവിനെ അറിയാഞ്ഞുകൊണ്ടാണോ ഞാൻ വിശ്വാസിയായിട്ടിരിക്കുന്നത്? വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്കറിയാം. ക്രിസ്ത്യാനികളായിരിക്കുന്നവർ സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. മതി, നമുക്ക് സമയമില്ലല്ലോ. ഇവിടെ ഒരു കുളം, ബെഥെസ്ദ എന്ന ഒരു കുളം. ഈ കുളത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയാവോ? ഈ കുളത്തിൽ പെട്ടെന്ന് ഒരു ദൂതൻ വന്ന് വെള്ളം കലക്കും. അനേക രോഗികൾ ഈ കുളത്തിന്റെ ചുറ്റിലും കിടക്കുകയാണ്. എന്തോ ഇല്ല, വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ആരിറങ്ങുന്നോ അവൻ സൗഖ്യം പ്രാപിക്കുന്നു. ആദ്യം ഇറങ്ങണം. ഒരു പക്ഷേ അത് മിഡ്നൈറ്റ് ആയിരിക്കാം, 7 മോർണിംഗ് ആയിരിക്കാം. ഓരോരുത്തർ അഡ്ജസ്റ്റ് ചെയ്ത്, അച്ഛാ വെള്ളം കലങ്ങിയ തള്ളിവിട്ടേക്കണേ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ഒത്തിരി പേര് അഡ്ജസ്റ്റ് ചെയ്ത് അവർ സുഖം പ്രാപിച്ച് പോയിക്കൊണ്ടിരിക്കുക. എപ്പം ദൂതൻ വന്ന് വെള്ളം കലക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. എനി ടൈം. എന്നാ ഇവിടെ ഒരാള് 38 വർഷമായി കിടക്കുക. എത്ര വർഷമായിട്ട്? 38 വർഷമായ ഒരാൾ കിടക്കാൻ പോകുമോ? നിങ്ങൾ നഴ്സുമാരൊക്കെ കൂടുതലുണ്ട്. 38 വർഷം എടുത്ത് ഒരു മനുഷ്യൻ കിടക്കാൻ പോകും. ഓക്കെ, 6 മാസം കിടന്നാലേ അവന് ബെഡ്ഷോർ വന്ന് ആള് ഔട്ടായിപ്പോ. എന്നാൽ ഇവൻ എത്ര വർഷമായിട്ട് കിടക്കുക? 38 വർഷമായിട്ട് കിടക്കുക. എത്രയോ പേര് ചോദിച്ചു കാണും, അച്ഛാ സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സൗഖ്യമാകുന്നോ? പോടാ നീ സുഖമായ പോടാ വീട്ടില്. ഞാൻ എന്നേലും ഒരു ദിവസം സുഖമാകും. നിനക്ക് അതിനെ കുറിച്ച് എന്തോടാ ചിന്ത? പോടാ. എത്ര വർഷമായി? 38 വർഷം. ഇവന്റെ പേര് പോലും മാഞ്ഞു പോയി. ഇവന് പേര് പോലും ഇല്ല. പേരുണ്ടോ അവിടെ? ഇല്ല. ഇവന്റെ പേരെന്താന്നറിയോ? 38 വർഷ രോഗി. 38 വർഷ രോഗി. ഇവന്റെ പേര് വരെ മാഞ്ഞു പോയി. മക്കളെ കിടക്കുക 38 വർഷം. യേശു നോക്കി, ഇനി സ്വർഗദൂതനെ വിട്ടാൽ ശരിയാകത്തില്ല, ഇവന്റെ അടുത്ത് ഞാൻ തന്നെ പോവാ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവൻ ഈ കുളം വാങ്ങിക്കും.
ഇവിടെ ചില പരിപാടികളൊക്കെ ഇവൻ നടത്തും. ഇവനെ കുളിപ്പിക്കുവാൻ ആളുണ്ട്, പാന്റും ഷർട്ടും കോട്ടും ഒക്കെ ഇടിപ്പിക്കാൻ ആളുണ്ട്, ബിരിയാണി കൊടുക്കാൻ ആളുണ്ട്, സമയത്തിന് ചായ കൊടുക്കാൻ ആളുണ്ട്. പിന്നെന്തോ ഇതിനാ സുഖം എടാ, പിന്നെന്തോ ഇതിനാ സുഖം? 38 വർഷമായിട്ട് കിടക്കുക. നേരെ യേശു ദൂതനായിട്ട് വന്നോ? ഇല്ല, നേരെ ഇനി വന്നു. അവൻ്റെ അടുത്ത് ഒറ്റ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. എന്താ ചോദ്യം? നീ സ്വസ്ഥമാകാൻ മനസ്സുണ്ടോ? യേശു എന്തേലും അങ്ങനെ ചോദിച്ചേ? മനസ്സുണ്ടോ? അപ്പൊ അതിൽ നിന്നേ അറിയാം ഇദ്ദേഹം മനസ്സോടെ അനുഭവിച്ച് എൻജോയ് ചെയ്ത് കിടക്കുക. ഇന്ന് അനേക സഭയിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് കിടക്കുക. എന്തെല്ലാം മിഷണറി എന്ന് പറഞ്ഞാലും, പ്രവാചകം എന്ന് പറഞ്ഞാലും, പാസ്റ്റർ എന്ന് പറഞ്ഞാലും കടപ്പാണ്. ഇന്ന് പൊക്കും നിന്നെ. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം എന്റെയും നിന്റെയും കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. ഈ അന്ത്യനാളുകളിൽ കർത്താവിന് വേണ്ടി വല്ല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട ഒരു രാത്രികാലം. യേശു ചോദിച്ച ഒരേ ഒരു ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? 38 വർഷം കിടക്കുക. ഇവൻ പറയുന്നത് എന്തോന്നറിയോ? വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. വെള്ളം കലങ്ങുമ്പോ പ്രൈസ് ലോർഡ് ഡാഡി അങ്കിൾ പ്രൈസ് ലോർഡ്. വെള്ളം കലങ്ങുന്നു, വാ. ഇങ്ങനെ കൊണ്ടുവിടാൻ ആളില്ലെന്ന്. കേട്ടോ നല്ല കേട്ടോ അല്ലേ? വെള്ളം കലങ്ങുമ്പോ ഒരാൾ വന്ന് പ്രൈസ് ലോർഡ്. ഇപ്പൊ പ്രൈസ് ലോർഡ് ഒന്നും പറയുന്നില്ല, ഇപ്പൊ സ്റ്റൈലാ. ഇങ്ങനെ സ്റ്റൈലായി ഇപ്പൊ പ്രൈസ് ലോർഡ് ഒന്നും ആരും പറയുന്നില്ല അധികം. കാരണം നമ്മളെല്ലാം ഒത്തിരി അങ്ങ് പഠിച്ചല്ലോ. അതുകൊണ്ട് ഇപ്പൊ പ്രൈസ് ലോർഡ് ഒന്നുമില്ല. സ്റ്റൈല. ഹലോ, ഇതൊക്കെ ഉള്ളൂ. നോ പ്രോബ്ലം, പോയി പാത്തിനെ. കയ്യെ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ ഇറക്കാൻ ആളില്ല. നീ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ഇറങ്ങും. അവിടെ റെഡിയായിട്ട് നിൽക്കുക. കർത്താവിന് വേണ്ടി അന്ത്യകാലത്ത് എന്തോലും ചെയ്യാനും കൊണ്ട് യൗവനക്കാർ റെഡിയായി നിൽക്കുക. അന്ത്യകാലത്തിൽ സകല ജനത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങിയിരിക്കുക. അവര് പ്രവചിക്കാൻ പോകുന്ന സമയങ്ങളാ ഇനിയും വരുന്ന കാലങ്ങൾ. നീ എഴുന്നേറ്റില്ല, നിന്നെ പൊക്കും. JCB വിഷയം കൊണ്ടുവന്ന് പൊക്കുന്നു. ദൈവമക്കളെ, ദൈവസഭയെ കുറിച്ച് പിന്നെയും പിന്നെയും ദൈവാത്മാവ് എന്നോട് സംസാരിക്കുക. എന്റെ സഭയിലുള്ള വിശ്വാസത്തെ കുറിച്ച് കാരണം ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുന്നവൻ, 2 ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുന്നവൻ ഡെയിലി കുളിച്ചിരുന്നു. ഞാൻ ചോദിക്കട്ടെ ചർച്ചില്, नहा लिया कि नहीं? क्या पादरी साहब ऐसे ऐसे पूछ रहे हैं, परेशान हो रहे, नहाए बिना आपके पास आ सकते हैं? കുളിച്ചിട്ടാണ് വന്നത്. കാരണം ഒരാഴ്ച ഒറ്റ ബെന്നിയിലിടും, ഒറ്റ ഷർട്ടിടും, ഒറ്റ പാൻറിടുന്നവനാ. അതുകൊണ്ട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. തുണി ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ തുണി തരും. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ കുളിച്ചിട്ടേ ചർച്ചിൽ വരാം. ആമേൻ. നിനക്ക് അസുഖമാണെങ്കിൽ അവിടെ വെച്ച് ഫോൺ ചെയ്യുന്ന ബിസിനസ് ഒന്നും വരരുത്. ഇപ്പൊ നിതീഷ് കുമാർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബീഹാർ ഇഷ്ടംപോലെ ആംബുലൻസ് സർവീസാ. ഞാൻ ഡെയിലി ആഴ്ചയിലെ അനൗൺസ്മെന്റ് ചെയ്യും. രോഗിയായി തീർന്നെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞോളും, ആംബുലൻസ് നിന്നെ പോക്കിക്കൊണ്ട് ചർച്ചിൽ വരും. ആമേൻ. നീ അവിടെ കിടന്നുകൊണ്ട് പാസ്റ്ററെ, അതും എപ്പോഴാ ആരാധനയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോഴാ, ബ്രദറെ എന്താ വരാഞ്ഞത്? അതേ, എനിക്ക് ശകലം സുഖമില്ലായിരുന്നു. ആലോചിച്ചാ പറയുന്നത് എന്തോ കള്ളം പറയണമെന്ന്. അതേ, എനിക്ക് ശകലം ആലോചിക്കുക. നിന്നെ പോക്കും JCB മിഷൻ വെച്ച്. ഹല്ലേലൂയ. ഞായറാഴ്ച നീ ക്രിസ്ത്യാനിയാണോ? കുളിച്ച് നല്ല വസ്ത്രമിട്ട് ദാണ്ടെ നമ്മുടെ ശങ്കരയ്യ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. ഞാൻ എന്റെ കൈയെല്ലാം കൊണ്ടുവന്ന് നിങ്ങളെയെല്ലാം കണ്ട് ബാഗിനകത്ത് വെച്ചേക്കാം. സത്യം പറയാ, എല്ലാ തമിഴ് ചർച്ചിലും പോയി കഴിഞ്ഞാ ടൈയും കോട്ടും സൂട്ടും ഇട്ട് പെർഫ്യൂമും ടപാട്ടമാൻ അടിച്ച് വരുന്നു. പക്ഷെ നമ്മുടെ മലയാള ചർച്ചകളിൽ പോയാ എല്ലാരും സിമ്പിളായിട്ട് അങ്ങനെയല്ല. ദൈവസന്നിധാനത്തിൽ വരുമ്പോൾ നമ്മൾ ടിപ് ടോപ്പ് ആയിട്ട് വരണം. കാരണം സൈന്യങ്ങളുടെ യഹോവ അവിടെ ഉണ്ട്. രാജാതി രാജാവെ നാം ആരാധിക്കാൻ വരികയാണ്. അപ്പോൾ രാജാതി രാജാവ് നമ്മുടെ അടുത്ത് വന്ന് നോക്കുമ്പോ അയ്യോ ഇവനെ അനുഗ്രഹിക്കാനൊക്കെ പറയാൻ പാടില്ല. അതുകൊണ്ട് ദേവി നമ്മുടെ അപ്പച്ചൻ വന്നേക്കുന്നുണ്ടോ കോട്ടും ഒക്കെ ഇട്ട് 16 വയസ്സുള്ള ഒരു യവനക്കാരനെ പോലെ. ഹല്ലേലൂയ. ഈ അപ്പച്ചനെ കണ്ടെങ്കിലും നമുക്ക് പഠിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്ത ആഴ്ച വരുമ്പോൾ
ഞായറാഴ്ചക്ക് വേണ്ടി എന്റെ ചർച്ചിലെ വിശ്വാസികൾ ഞായറാഴ്ചക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡ്രസ് വെച്ചിട്ടുണ്ട്. ആ ഡ്രസ് കല്യാണത്തിന് പോലും ഉപയോഗിക്കത്തില്ല. കല്യാണത്തിന് ഞാൻ ചോദിച്ചത് ഈ ഡ്രസ് എന്താ കിട്ടുമല്ലേ? ആ ഡ്രസ് ഞായറാഴ്ചത്തേക്ക് വെച്ചേക്കുക. രവിവാർ के लिए रखा हुआ है पादरी साहब, वो ड्रेस किसी भी काम के लिए नहीं चलेगा. മലേഷ്യയിൽ ഞാൻ പോയപ്പോൾ ഒരു ചാക്ക് സോപ്പ് വാങ്ങിച്ചു തന്ന ഒരാള്, കാരണം ബീഹാറികൾ കുളിക്കത്തില്ല, എല്ലാവർക്കും ആ ഞായറാഴ്ച സോപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ. ആ സോപ്പ് 6 മാസം വരെ വെച്ചേക്കുക. ശകലത്തോടും മുഖം മാത്രം കഴിയും. ഞാൻ പറയടാ, ഈ സോപ്പ് തീർന്നാലല്ലേ അടുത്ത സോപ്പ് തരാനൊക്കത്തുള്ളൂ. അയ്യോ, ഇത് മലേഷ്യ എന്ന് കൊണ്ടുവന്നല്ല, അപ്പൊ തീർക്കാൻ നോക്കത്തില്ല. മുഖം മാത്രമേ നീ കഴിയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അതെല്ലാം കഴുകി വേറെ സോപ്പ് ഉണ്ട്. ദൈവമക്കളെ, ദൈവസന്നിധാനത്തിൽ നാം വരുമ്പോൾ അതിൻ്റെതായ ഒരുക്കത്തോടെ, അതിൻ്റെതായ ചട്ടത്തോടെ, അതിൻ്റെതായ നീറ്റ്നെസ്സോടെ, അതിൻ്റെതായ ഒരു പ്രാർത്ഥനയോടെ നാം വരുന്നുവെങ്കിൽ, നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി നോക്കിയാ പട്ടുസാരി ഉടുത്തോണ്ടാ ചർച്ചിൽ വരുന്നത്. ഞായറാഴ്ച ആരാധന, പിന്നെ ഇപ്പൊ പൂവും വരെ വെക്കാൻ തുടങ്ങി. സാരമില്ല, പട്ടുസാരി വെച്ചോണ്ടാ, പട്ടുസാരി ഉടുത്തോണ്ട് വെറൈറ്റീസ് ഓഫ് പട്ടുസാരി ഉടുത്തോണ്ടാ വരുന്നത്. പട്ടുസാരി ഉടുക്കാൻ ഞാൻ പ്രസംഗിക്കുമല്ല, നാളെ എന്നെ കൊടുത്ത ഇത് ചെയ്തെങ്കിലും എന്തോ കൊടുത്താലും സാരമില്ല, നീറ്റ്നെസ് ആയിട്ട്. ബീഹാറികൾ നിങ്ങൾ പാട്നയിൽ വന്ന് കാണുക. എത്ര പേര് വരുന്നുണ്ട്? കയ്യെത്തൂക്കാൻ പറയുന്നില്ല. ഒരു സഹോദരി കയ്യെത്തൂക്കി. ഫുഡ് അക്കോമഡേഷൻ ഫ്രീ. എത്ര വേണമെങ്കിലും വന്ന് താമസിച്ചു കൊള്ളുക. ദൈവമക്കളെ, ഒരു കാലത്ത് ജാതികളായിരുന്നവർ, കുളിക്കാതിരുന്നവർ, മണ്ണെടുത്ത് ഷാമ്പുവായിട്ട് ഉപയോഗിച്ചിരുന്നവർ, ഇന്ന് എന്റെ ചർച്ചിലെ ഫോട്ടോ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നു. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ദൈവത്തെ ആരാധിക്കുന്നത്, കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് മാത്രമല്ല, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാനും. ഒരേ ഒരു ചെറിയ സാക്ഷി പറഞ്ഞിട്ട് എന്റെ സാക്ഷി പറയാൻ ആഗ്രഹിക്കുന്നു. പാട്നയിലെ ചർച്ച കെട്ടുവാനായിട്ട് ഞാൻ ചെന്നൈയിലുള്ള അനേക ചർച്ചുകളിൽ പോയി അനൗൺസ്മെന്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ബീഹാറികളോട് നീ പറ, ബീഹാറിൽ ചർച്ച കെട്ടാൻ പൈസ തരണം. എന്റെ വിശ്വാസികളെല്ലാം പാവം പിടിച്ച വിശ്വാസികളാ. ഞാൻ അവരുടെ അടുത്ത് കാശ് ചോദിച്ചു കഴിഞ്ഞാൽ ഇമാർ ചർച്ച വിട്ടു പോകുന്നൊരു പേടി. എന്നാൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയില് ഞങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഞായറാഴ്ച നമ്മളൊരു അനൗൺസ്മെന്റ് ചെയ്യാൻ പോവുകയാണ്, ഒരു പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. പാട്നയിൽ കെട്ടാൻ പോകുന്ന ചർച്ചിന് വേണ്ടി 10 രൂപ മുതൽ 10,000 വരെ കൊടുക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകണമെന്ന് പറയുകയുണ്ടായി. എല്ലാവർക്കും ഒരു പേപ്പർ കൊടുത്തു. ദൈവമക്കളെ, എല്ലാവരും എഴുതി തന്നു. എന്നാൽ ഒരു സഹോദരൻ മാത്രം മൂലയ്ക്ക് പോയി നിൽക്കുമായിരുന്നു. അവൻ 8 മക്കളുണ്ട്. ബീഹാറിൽ 12 വയസ്സാകുമ്പോ കല്യാണാലോചന തുടങ്ങും. 12 വയസ്സ് കല്യാണം കഴിച്ചത് അവനും. 8 മക്കളുണ്ട്. 20 വയസ്സ് അവന്റെ ഭാര്യയ്ക്ക്. നിങ്ങൾ ഓർത്തോണോ? ആമേൻ, ഹല്ലേലൂയ. അവൻ മാത്രം എഴുതി തന്നില്ല, ബാക്കിയെല്ലാം എല്ലാവരും എഴുതി തന്നു. എന്റെ 2 അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് ഉണ്ട്. തന്നില്ലേ അവനെ തരാൻ പറയും അവന്റെ അടുത്ത്. നീ തന്നിട്ടേ ഇവിടുന്ന് പോകാവൂ, നീ തന്നിട്ടേ ഇവിടുന്ന് പോകാവൂ. ഞാൻ പറഞ്ഞു, ബ്രദർ, നീ അവനെ ഡിസ്റ്റർബ് ചെയ്യാതെ, അവൻ ഏതോ ഒരു പ്ലാൻ അവന്റെ ജീവിതത്തിലുണ്ട്. ദൈവങ്ങളെ, ഞാൻ ഷോർട്ടായിട്ട് പറയട്ടെ. അവൻ വീട്ടിൽ പോയതിനു ശേഷം അവന്റെ ഭാര്യയുടെ അടുത്ത് സംസാരിച്ചു. അതിന്റെ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അവൻ ഒരു കവറോട് എന്റെ അടുത്ത് വന്നു. ഈ കവറിൽ ഞാൻ തുറന്നു നോക്കിയപ്പോൾ 2,500 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഈ പൈസ എവിടെ നിന്നാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എന്റെ സൈക്കിൾ റിക്ഷ പിള്ളേരാണ്, എന്റെ സൈക്കിൾ റിക്ഷ വിറ്റ് 2,500 രൂപ കൊണ്ടുവന്നാണ്. ഞാൻ ചോദിച്ചു, നീ എങ്ങനെ ഇനിയും ജീവകാലം നിന്റെ കഴിയും? നീ പുലിവേല ചെയ്യാൻ ഒക്കത്തില്ല, നിനക്ക് 8 മക്കളുണ്ട്. ഈ 2,500 രൂപ തന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മായിയമ്മയെ ബാക്കി എന്നെ കൊല്ലും. അതുകൊണ്ട് ദേവി നീ ഈ കാര്യത്തെ നീ പിൻവലിക്കണമെന്ന് പറഞ്ഞു. नो पास्टर साहब, हम जो निर्णय लिया है वो निर्णय होगा. ആ 2,500 രൂപ അവിടെ തന്നെ വെച്ചു, ഓഫീസിൽ തന്നെ വെച്ചു. കാരണം ബീഹാറിൽ പൈസ കൊടുത്തിട്ട് പിന്നെ പിസ്റ്റൾ കാണിച്ച് പൈസ ചോദിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. നടന്ന സംഭവം ഞാൻ പറയട്ടെ. അതിനുശേഷം അവന് റിക്ഷ ഇല്ല. ബീഹാറിലെ കൾച്ചർ, കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മായിയമ്മയുടെ വീട്ടില് ഉടനെയൊന്നും പോകത്തില്ല. പല വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമേ അവൻ പോകത്തുള്ളൂ. റിക്ഷ ഇല്ലല്ലോ. അതുകൊണ്ട് അവനും അവന്റെ ഭാര്യയും അവന്റെ കുഞ്ഞുങ്ങളും ദൂരെ ഒരു ഗ്രാമത്തില് ഇരിക്കുന്ന അവന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് അവൻ കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ അമ്മായിയമ്മ എന്തെല്ലാം പറയാമോ അതെല്ലാം പറഞ്ഞു. എടാ, ആ പാതിരി പറയുന്ന കേട്ട് നീ ചെയ്തല്ലോ, അവന് വേറെ ജോലിയൊന്നുമില്ല,
മദ്രാസിൽ നിന്ന് വന്ന് കിടക്കുക, എല്ലാരെയും വിറ്റ് പൈസ ഉണ്ടാക്കാനൊക്കെ. അതുകൊണ്ട് നീ ചെയ്തത് തെറ്റാമോനെ എന്ന് പറഞ്ഞു. എന്നാൽ അവനൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേന്ന് അവൻ തിരിച്ചു വരുമ്പോൾ ബീഹാറിലെ പൈസ എങ്ങനെയാണെന്നറിയോ കൊടുക്കുന്നേ? കർച്ചീഫിലാണ് പൈസ കൊടുക്കുന്നത്, തുണികളിൽ കെട്ടിയാണ് പൈസ കൊടുക്കുന്നത്. കാരണം തോക്ക് കാണിച്ച് പൈസ എടുത്തുകൊണ്ട് പോകും. ഒരു വലിയ ഒരു കർച്ചീഫില് ഒരു എമൗണ്ട് 35,000. ഹല്ലേലൂയ. അവന്റെ അമ്മായിയമ്മ പറയുന്നുണ്ട്, മോനെ നിനക്ക് എന്റെ മോളെ തന്നതിന് ശേഷം ഞാൻ നിനക്ക് വേണ്ടി ഒന്നും തന്നില്ല. ഞാൻ ശേഖരിച്ചു വെച്ച് 35,000 രൂപ ഇതിനകത്തുണ്ട്. ആ പാതിരിക്ക് കൊണ്ട് കൊടുത്തു കളയുന്നു. ഇതുകൊണ്ട് നീ ഒരു ഓട്ടോറിക്ഷ വാങ്ങണം. ഈ ഓട്ടോറിക്ഷ നീ ഓടിക്കണം. ദൈവമക്കളെ, ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം വരുവാ, ഞാൻ പറഞ്ഞു എന്താ ഉള്ള അവൻ വന്ന് ഈ കവർ കാണിക്കുക. ഞാൻ പറഞ്ഞു എവിടുന്നാലും മോട്ടിച്ചോട്ട് വന്നതാണോ? നിന്റെ 2000 ഞാൻ അങ്ങനെ വെച്ചേക്കുവാ. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ എന്നെ വിശ്വസിക്കത്തില്ല. എന്നെ വിശ്വസിക്കുക. ഞാൻ 2500 രൂപ സഭ കെട്ടുവാനായിട്ട് ഞാൻ തന്നപ്പോൾ ദൈവം എന്റെ അമ്മായിയമ്മ മുഖാന്തരം 32,000 രൂപ എനിക്ക് ദൈവമക്കളെ അവർ ഓട്ടോറിക്ഷ വാങ്ങിച്ചു. ഇന്ന് എവറി സാറ്റർഡേ നടക്കുന്ന ചിൽഡ്രൻസ് ചർച്ചില് ഇന്ന് അവർ ഒരു ഓട്ടോറിക്ഷയുടെ ഓണറല്ല, 4 ഓട്ടോറിക്ഷയുടെ ഓണറാണ്. ഈവനിങ് നടക്കുന്ന ചിൽഡ്രൻസ് ചർച്ചില് 4 പക്കത്തിലുമുള്ള ഗ്രാമത്തിൽ നിന്ന് അവൻ കുഞ്ഞുങ്ങളെ ട്രിപ്പ് അടിക്കുകയാണ്. ഫ്രീ. ഹല്ലേലൂയ. യെസ്, കർത്താവിന് വേണ്ടി ഞാനും നിങ്ങളും മുതൽ മുടക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ഞാനും നിങ്ങളും എന്തെങ്കിലും ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടി, അതാണ് പറയുന്നത്, ദൈവം നമ്മുടെ ആരുടെയും കടക്കാരനല്ല. യെസ്, ഇന്ന് രാത്രികാലം എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയില് കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്നറിയാമോ? കുറവശങ്ങളെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഇവനും അങ്ങനെയാണ് ഇവിടെ കടന്നുകൊണ്ടിരുന്നത്. 38 വർഷം യേശു അവന്റെ അടുത്ത് വന്ന് എന്താ പറഞ്ഞെന്നറിയോ? നിന്റെ കിടക്കയെടുത്ത് നട. വേറെ ഒന്നും പറഞ്ഞില്ല. യേശുവിന് അറിയാം ഇവൻ കിടക്കയെ വിട്ടിട്ടുന്ന വേറൊരുത്തം വന്ന് കിടക്കും. കാരണം ഈ കിടക്ക സ്പെഷ്യൽ കിടക്കയാ, ബെഡ. ആര് കിടന്നാലും അവന് ഫ്രഷാ. ആഹാരം കിട്ടും, മക്ഡൊണാൾഡ്സ് കിട്ടും, KFC കിട്ടും, പിന്നെന്തോ എല്ലാ പരിപാടിയും കിട്ടും. അതുകൊണ്ട് യേശു പറഞ്ഞു കിടക്ക എടുത്ത് നട. ഇവൻ നടന്നില്ല, ഓടി. ആ ശക്തി അത്രയും വലിയ ശക്തിയായിരുന്നു. ഓടി പോകുമ്പോ വഴി ചോദിച്ചു കാണും എല്ലാവരും, അച്ഛാ 38 വർഷം അച്ഛാ, എന്തോ പറ്റി? അതാണ് അറിയാൻ വയ്യാതെ. ദൈവ യേശു നേരെ വന്ന് പറഞ്ഞ് കിടക്ക പോലെ എടുത്തോണ്ട് ഓടിക്കോ, എടുത്തോണ്ട് പോകോ, കിടക്ക പോലെ ഇനി കാണില്ല. 38 വർഷമായി കിടക്ക പോടാ. എന്നാൽ അതിന്റെ 14ാമത്തെ വാക്യത്തിൽ നാം നോക്കുമ്പോൾ യേശു അവനെ ദേവാലയത്തിൽ വെച്ച്. യേശു എവിടെ വെച്ചാ കണ്ടത്? അതുകൊണ്ടാണ് പറഞ്ഞത് ഞായറാഴ്ച 10 കൽപ്പനയിൽ ഒരു കൽപ്പനയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ കൽപ്പനയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലന്മാർ അനുദിനവും എവരി ഡേ ഹല്ലേലൂയ അവർ ഒന്നിച്ചു കൂടിയിരുന്നു. ഹല്ലേലൂയ. ഇവിടെ 14ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം, യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട് നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് വഹിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. അവൻ എന്തൊരു പാപമാണ് ചെയ്തത്? യേശുവിനെ അറിയാതിരിക്കുന്നത് പാപം. അറിയേണ്ട രീതിയിൽ അറിയാതിരുന്നു. ഞാനും ഒരു ക്രിസ്തീയ പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചവനാണ്. പക്ഷെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു മക്കളെ. എന്നാൽ യേശുവിനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, യഥാർത്ഥ ദർശനം ഞാൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോ ദൈവം എന്റെ ജീവിതത്തെ തലകീഴായി മാറ്റി. ഇന്ന് 23 ചർച്ചകളെ പ്ലാൻ ചെയ്യുക. അനേക ഉപദ്രവം 3 പ്രാവശ്യം എന്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്തേ പറ്റുമെന്ന്. എന്നാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വളരെ ആരോഗ്യവാൻ നിൽക്കുകയാണ്. 2004 നടന്ന സാക്ഷി പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2004 ഒരു ദിവസം രാവിലെ പെട്ടെന്ന് പോലീസ് അവർ ടീമായിട്ട് വന്ന് എന്നെയും എന്റെ വൈഫിനെയും അറസ്റ്റ് ചെയ്തു. എന്തിനാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു. 7 മണിക്ക് എന്റെ മോൻ സ്കൂളിലേക്ക് കടന്നുപോയി. 7:30 മണിക്ക് പോലീസ് ടീം വന്നു. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയാമോ? ജയിലുകളിൽ കിടന്ന അനേക കുഞ്ഞുങ്ങൾ, ബീഹാറിൽ 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള യൂത്ത്, അവരുടെ ജയിലിൽ എത്ര കുഞ്ഞുങ്ങൾ കിടപ്പുണ്ടെന്ന് അറിയാം? 5000-ൽ മേൽ കുഞ്ഞുങ്ങൾ.
ചെറിയ തോക്ക് കൊണ്ട് മോഷ്ടിക്കുകയും കൊല ചെയ്യുകയും ചെയ്ത കുറ്റത്തിൽ ജയിലിൽ പോയി സുവിശേഷം അറിയിച്ചപ്പോൾ അനേകർ അവിടുന്ന് വിടുവിക്കപ്പെട്ടു. സഭയ്ക്ക് വരാൻ തുടങ്ങി. വീട്ടിൽ എപ്പോഴും ഒരു കുഞ്ഞുങ്ങളെ പോലെ വന്ന് എടുത്ത് ഞങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യുവാൻ തുടങ്ങി. ബൈബിൾ സ്റ്റഡിക്ക് വരാൻ തുടങ്ങി. എന്റെ ഓപ്പോസിറ്റിൽ താമസിച്ചു കൊണ്ടിരുന്ന ആദ്യത്തെ പ്രസ് മീഡിയ ഡയറക്ടർ അത് കണ്ടു പറഞ്ഞു, പാസ്റ്റർ ജേക്കബ് യൂത്തിനെ മിസ്യൂസ് ചെയ്യുന്നു. ഒരു കേസ് എന്നെയും എന്റെ വൈഫിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് തള്ളി. സെപ്പറേറ്റ് സെല്ലുകളിൽ മാറ്റി. രണ്ടുപേരും സെപ്പറേറ്റ് സെല്ലുകളിൽ. എന്റെ വൈഫ് നൈറ്റിയോട് മാറാൻ പോലും അവർ വിട്ടില്ല. ആ സമയത്ത് സഹായിക്കാൻ വന്ന യൗവനക്കാരെയും എന്റെ സഹശുശ്രൂഷയെയും അടിച്ച് രക്തക്കളമാക്കി. അവിടെ ഒരു വലിയ കലഹം ഏർപ്പെട്ടു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ രക്തസാക്ഷിയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എന്റെ മോൻ സ്കൂളിൽ വരും, ഭക്തത്വ സന്തതി, അവനൊന്നും പറ്റല്ലേ എന്ന് പ്രാർത്ഥിച്ചു. 1:30 അവൻ സ്കൂളിൽ നിന്ന് കടന്നു വന്നു. സ്കൂളിൽ നിന്ന് കടന്നു വന്നപ്പോൾ തുറന്നു കിടക്കുന്ന ഫ്ലാറ്റാണ് അവൻ കാണുന്നത്. അടുത്തുള്ള ആ ജനങ്ങളെല്ലാം പറഞ്ഞു, നിന്റെ മമ്മിയെയും ഡാഡിയെയും ജയിലിൽ പോയി, ഇനി അവർ വരത്തില്ല, നിന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും, ശിക്ഷ യാചിക്കുവാൻ. ദൈവമക്കളെ, 3 ദിവസം ഞങ്ങൾ ഒന്നും അറിയുന്നില്ല. രണ്ടുപേരും സെപ്പറേറ്റ് സെല്ലുകളിൽ മുഴങ്കാലിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. 2 മണിക്ക് ശേഷം പോലീസ് അധികാരികൾ വീട് മുഴുവനും ചെക്ക് ചെയ്യുവാൻ വന്നു, പരിശോധിക്കാൻ വന്നു. യൂണിഫോമോട് ഒരു മൂലയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ അവർ കണ്ടു. ആ പോലീസ് ഗ്രൂപ്പിൽ കത്തോലിക്ക സഭയിൽ ചേർന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ ക്രിസ്ത്യാനിയായിരുന്നു. എന്റെ മോന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എടാ മോനെ, നിന്റെ ഡാഡിയും മമ്മിയും വിളിക്കുന്ന അതേ ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത്. कोई बात नहीं, യേശു हम लोग का प्रार्थना सुनेगा. നിന്റെ മമ്മിയും ഡാഡിയും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നമ്മുടെ യേശു നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അദ്ദേഹം പോയതിനു ശേഷം തന്റെ വീട്ടിലുള്ള വേലക്കാരിയെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. 3 ദിവസത്തേക്ക് ആ വേലക്കാരി എന്റെ കുഞ്ഞിനെ നോക്കുവാനായിട്ട്. എന്നാൽ അവൻ ഒരു ഭക്ഷണവും കഴിച്ചില്ല. ഉപവാസത്തോടെ 3 ദിവസം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, കർത്താവേ, ഒരു വലിയ കുടുംബത്തിൽ 5 ആൺമക്കളും 2 പെൺമക്കളുമായി ജനിച്ച് ഒരു വലിയ കുടുംബത്തിൽ, തറവാട് കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ് ഞാൻ. എന്നാൽ എനിക്ക് വേണ്ടി ആരുമില്ലല്ലോ. ഇതിനാണോ എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചത്? ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി എരിഞ്ഞടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വാഗ്ദത്ത സന്തതി അവനെന്തുമാൻ സാധിക്കില്ല കർത്താവ്. എന്നാൽ 3 ദിവസം ഞങ്ങളെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റും അവരെടുക്കുകയുണ്ടായി. 3-ാമത്തെ ദിവസം രാത്രി 8 മണിക്ക് എല്ലാ പോലീസ് ഓഫീസറുകളും അവിടെ കടന്നു വന്നു. ഞങ്ങളെ 2 പേരെയും വെളിയിൽ കൊണ്ടുവന്നു. അതിനുശേഷം പറയുകയുണ്ടായി, ഫാദർ ജേക്കബ്, ഈ 3 ദിവസം നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഈ സമൂഹത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല പ്രവർത്തിക്കായി നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വിരോധമായി കംപ്ലൈന്റ് ചെയ്ത ആ പ്രസ് മീഡിയ ഡയറക്ടറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവനെ റിമാൻഡ് ചെയ്യുവാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, നോ, അവന്റെ അറിയില്ലായ്മയിൽ അവൻ ചെയ്തതാണ്, അവനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, 3 ദിവസത്തിന് ശേഷം ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു. ഞങ്ങളെ കൊണ്ടുപോയത് ഒരു ചെറിയ ജിപ്സിയിലാണ്. എന്നാൽ തിരിച്ചു പോകുമ്പോൾ ഒരു മന്ത്രി, ഒരു മുഖ്യമന്ത്രി എങ്ങനെ പോകും? മുമ്പിൽ 4 വാഹനങ്ങൾ, SP, DIG, DYSP, പുറകിൽ വാഹനങ്ങൾ, അതിനിടയില് മിക വലിയ പ്രൊട്ടക്ഷനോടെ എന്റെ വീട്ടിൽ ആരാ പട്ടണത്തിൽ ഞങ്ങളെ നിന്ദിച്ചോ അതേ എടുത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് ചേർന്നു. അന്ന് രാത്രി കാലം ആ ഫ്ലാറ്റിന്റെ ഓണർ എന്നെ വിളിച്ചു പറയുകയുണ്ടായി, ഫാദർ ജേക്കബ്, 3 ദിവസം നിങ്ങൾക്ക് തരുന്നു, ഈ വീട് നിങ്ങൾ കാലി ചെയ്തു. എന്റെ എല്ലാ ഹിസ്റ്ററികളും വെളിയിൽ വന്നു. അതുകൊണ്ട് 3 ദിവസത്തിനുള്ളിൽ ഈ വീട് കാലി ചെയ്തില്ലെങ്കിൽ നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് റോഡിൽ എറിയും. ദൈവം എന്നോട് പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടാതെ, ഇനി നിന്നെ ഈ പട്ടണത്തിൽ ഞാൻ ഉയർത്താൻ പോകുന്നു. നിന്റെ സമയം വന്നിരിക്കുക. ഈ വേദനകൾ എല്ലാം എന്റെ ഹിതം മാത്രമാണ്. അന്ന് പ്രഭാതത്തിൽ വീട് നോക്കുവാനായി അടുത്ത സ്ട്രീറ്റിലേക്ക് ഞാൻ കടന്നുപോയി.
ദൈവമക്കളെ, ഹാർട്ട് ഓഫ് ദ സിറ്റിയില് 15 സെന്റില് ഒരു സെപ്പറേറ്റ് ബംഗ്ലാവ് മാതിരി ഒരു വീട്, 2 തെങ്ങുള്ള ഒരു വീട്, 2 തെങ്ങുള്ള ഒരു വീട്. ഹോൾ പട്ന സിറ്റിയില് 2 തെങ്ങുള്ള വീട്, ആ വീട് മാത്രം. ആ വീടിന്റെ ഓണർ ഒരു പോലീസ് ഓഫീസർ ആ വീടിന്റെ മുമ്പിൽ നിന്ന് തന്റെ അൽസേഷനായി വാക്ക് പണിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടുകൊണ്ട് ചോദിച്ചു, ഓ ഫാദർ, നിങ്ങളെല്ലാവർക്കും അറസ്റ്റ് ചെയ്ത് ജയിലില് നിങ്ങളുടെ ന്യൂസ് എല്ലാം ഞങ്ങൾ കണ്ടു, ഇന്നലെയെല്ലാം കണ്ടു, വാക്കിങ്ങിന് വന്നാന്ന് ചോദിച്ചു. ഞാൻ ഇല്ല സാർ, ഞാൻ വെളിയിൽ വന്നു ഒരു വീട് തേടി നടക്കുകയാണ്. വീട്, ഈ വീട് നിങ്ങൾ കയറി നോക്കാൻ പറഞ്ഞു. 4 വർഷമായി വീട് കെട്ടിയിട്ടേക്കുകയാണ്. ഞാൻ ലക്നോയില് പോലീസ് IG ആയിട്ട് ഡ്യൂട്ടി ചെയ്യുകയാണ്. ഈ വീട് കയറി നോക്കാൻ പറഞ്ഞു. ആ വീട് ഞാൻ കയറി നോക്കി. 15 സെന്റ് നിറഞ്ഞു നിൽക്കുന്ന ലേറ്റസ്റ്റ് മോഡലില് 2 നിലയിലെ മാർബിളിട്ട് ഒരു ബാത്റൂം ഒരു റൂമാ, മാർബിളിട്ട് ഫസ്റ്റ് ക്ലാസ് വീട്. അദ്ദേഹം പറയുകയുണ്ടായി, ഇത് ബെഡ്റൂമായി വെച്ചോ, ഇത് ഓഫീസായിട്ട് വെച്ചോ, ഈ റൂം ഗസ്റ്റ് റൂമായിട്ട് വെച്ചോ, എന്റെ പോലീസ് പ്രൊട്ടക്ഷൻ താഴെയുണ്ട്, എന്റെ പോലീസ് തോക്കുമായി താഴെയുണ്ട്, ഇവിടെയുള്ള ഈ വലിയ ഹാളിൽ നിങ്ങൾ ചർച്ചയായിട്ട് എടുത്തോ. ഞാൻ ചോദിച്ചു, സാർ വാടക എത്ര? നിങ്ങൾ അവിടെ എത്ര രൂപ കൊടുക്കുന്നു അത്രയും തന്നെ ചാണ്. എന്റെ അൽസേഷനായി ഞങ്ങൾക്ക് നിങ്ങൾക്ക് തന്നിട്ട് പോകും. ദൈവമക്കളെ, 9 വർഷമായിട്ട് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ UK നിന്ന് പാസ്റ്റർ ജോ കുര്യനും മാമച്ചനും എന്റെ വീട്ടിൽ പോയി താമസിച്ച് അന്തി ഉറങ്ങി. ചൊവ്വാഴ്ച അവർ വന്നു ചേരും. നിങ്ങൾ അവരുടെ അടുത്ത് ഫോൺ ചെയ്ത് ചോദിക്കുക, നമ്മുടെ ദൈവം ആർക്കും കടക്കാതെ നീ യേശുവിന് വേണ്ടി നിന്നെ അനുഭവിക്കുന്നു. നീ യേശുവിന് വേണ്ടി എന്ത് സഹിച്ചാൽ അത് പല മടങ്ങായി തിരിച്ചു തരുന്ന ദൈവം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും നിറഞ്ഞിരിക്കുന്ന ആ പട്ടണത്തിൽ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വെച്ച് ഇന്ന് യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമക്കളെ, ഈ യേശുവിന് വേണ്ടി നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നു. 2000-ൽ എന്റെ മോൻ ജനിക്കുമ്പോൾ പാല് വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് എന്നോടുള്ള മിഷണറികൾക്ക് ഫുൾ പേയ്മെന്റ് ചെയ്യുവാൻ വലിയവനായ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഒന്നുമില്ലായ്മയിൽ ആരംഭിച്ച ഈ ശുശ്രൂഷ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ദേവദാസന്മാരെ വിഭവസമർത്ഥമായ ആഹാരങ്ങൾ ഉണ്ടാക്കി അവരെ പോഷിക്കുവാൻ സൈനികരുടെ യഹോവ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ യേശുവിന് വേണ്ടി നീ എഴുന്നേറ്റ് പ്രകാശിക്കുന്നു. ഈ യേശുവിന് വേണ്ടി അന്ത്യനാളുകളിൽ നീ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു? 38 വർഷ രോഗിയെ പോലെ നീ കടന്നുകൊണ്ടിരിക്കുകയാണോ? സുവിശേഷ വേല ചെയ്യുവാൻ നീ എഴുന്നേറ്റ് പുറപ്പെടുമോ? യേശുവിന്റെ സേനാപതിയാകുവാൻ സഹോദരി നീ തയ്യാറാണോ? പൈസ യേശു നമുക്ക് തരും, പണം യേശു നമുക്ക് തരും. ഇന്നുവരെ ഒരു സിംഗിൾ പണിയെങ്കിലും പോയി ചോദിച്ചിട്ടില്ല. എന്നാൽ എന്റെ കൂടെയുള്ള എല്ലാ മിഷനറികൾക്കും ഫുൾ പേയ്മെന്റ് ചെയ്യുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ചു. യേശുവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ സാധിക്കും. ആ യേശുവിന് വേണ്ടി എഴുന്നേൽക്കും. യേശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുക, അന്ധകാരം നിറഞ്ഞ ഭൂമിയെ വെളിച്ചമാക്കുവാൻ നമുക്ക് യേശുവിന് വേണ്ടി എഴുന്നേൽക്കാമോ? നാം ഇരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഇന്ന് പലകാലം എഴുന്നേൽക്കാം. ഒരു ദർശനം പ്രാപിച്ച ക്രിസ്ത്യാനിയായി മാറാം. നമ്മെ വെച്ചിരിക്കുന്ന സഭയില് ഒരു ഐക്യമുള്ള ദർശനമുള്ള സഭയുടെ ദർശനമാകട്ടെ നിങ്ങളുടെ ദർശനം, സഭയുടെ ഐക്യമാകട്ടെ നിങ്ങളുടെ ഐക്യം. ഇനിയും അതും ഇതും പറഞ്ഞ് നേരം പോക്കുവാൻ സമയമില്ല. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷിയായി പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. കഴിഞ്ഞ 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം തന്റെ ദൂത് ശക്തമായി അറിയിച്ചിരിക്കുകയാണ്. ദൈവം ഈ സഭയെ കൊണ്ട് ഈ കെന്റ് പട്ടണത്തെ റീച്ച് ചെയ്യുവാൻ പോവുകയാണ്. ഞാൻ കർത്താവിന്റെ ദാസനോട് പറയുകയുണ്ടായി, ലോക സുവിശേഷീകരണത്തിന് പാസ്റ്റർ ദൈവം നിങ്ങളെ എടുത്ത് പ്രയോജനപ്പെടുത്തുവാൻ പോവുകയാണ്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവമക്കളെ, ഈ സഭയെ ദൈവം ലോക സുവിശേഷീകരണത്തിന് എടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. എത്ര പേര് ഇന്ന് രാത്രി കാണുമല്ലോ ഈ ദർശനം
ദൈവദാസനോട് ചേർന്ന് പ്രവർത്തിക്കുവാനാണ്. ഈ 2 ദിവസത്തെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയില് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നമ്മോട് സംസാരിക്കുന്നു. സഭയെ, ഈ ലണ്ടൻ പട്ടണത്തിൽ നിന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, ഈ കെന്റ് പട്ടണത്തില് എന്തിനാണ് നിങ്ങളെ കൊണ്ടുവച്ചിരിക്കുന്നത്? എഴുന്നേൽക്കാൻ കഴിയുമോ? ഇനി നമുക്ക് കുറെ ക്രൂശുകളെ പറഞ്ഞിരിക്കുവാൻ സമയമില്ല. യേശുവിന്റെ വരവ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തെടുക്കുക. ഈ ദൈവദാസനോട് ചേർന്ന് മുതൽ കൊടുക്കുക. തനിക്ക് കൊടുത്ത ദർശനത്തിന് തോട് കൊടുക്കുക. പൽക്കാലം എത്ര പേര് അതിന് തയ്യാറാണ്? എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഈ കെന്റ് സഭയുടെ ദർശനത്തോട് ഞാൻ ഇണയുന്നു. ഇനി ഞാൻ ക്രൂശുകളെ പറഞ്ഞിരിക്കത്തില്ല. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യും. അവനെ മാത്രം കൈകളെ തൂക്കിക്കാൻ. അനേക തങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ടുണ്ട്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. സഭയ്ക്ക് തൂണായി തീരുക. സഭയ്ക്ക് തൂണാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? സഭയുടെ ദർശനത്തോട് ലോക സുവിശേഷീകരണത്തിന് പങ്കുകൊള്ളാൻ കരാറുണ്ടോ? അനേക കൈകൾ ഇവിടെ ഉയർന്നിട്ടുണ്ട്. ദൈവം നിന്റെ ദർശനത്തെ അറിയുന്നു. നിന്റെ ഭാഗകാലത്തിന്റെ സ്ഥിതിയെ മാറ്റിയിരിക്കുക. സഹോദരി, നിന്റെ സ്ഥിതി ഇന്ന് ഭാഗകാലത്തിൽ മാറ്റിയിരിക്കുന്നു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഈ പ്രിയ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദൈവം തന്റെ ദാസനെ കൊണ്ട് ചിലതൊക്കെ ചെയ്തെടുക്കാൻ പോവുകയാണ്. അത്ഭുത രോഗശാന്തിയുടെ ശുശ്രൂഷ